പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട IPC കുവൈറ്റ് റീജിയൻ്റെ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ നിങ്ങളോടൊരുമിച്ച് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി എഴുന്നേറ്റ് നിൽക്കാൻ സർവശക്തനായ ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ദൈവം തന്ന എല്ലാ അവസരങ്ങൾക്കും ആരോഗ്യത്തിനും ശബ്ദത്തിനും എല്ലാം ദൈവത്തിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ കർത്തൃദാസന്മാർ, പ്രത്യേകിച്ച് ഇന്ന് രാത്രി ഈ കൺവെൻഷൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന, ക്രിസ്തുവിൽ ഏറെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന എൻ്റെ ചിരകാല സുഹൃത്ത് IPC കുവൈറ്റ് റീജിയൻ്റെ പ്രസിഡൻ്റായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ബെൻസൺ തോമസ് അവറുകൾ, കുവൈറ്റ് റീജിയൻ്റെ വൈസ് പ്രസിഡൻറ്റ് പാസ്റ്റർ റജിമോൻ ജേക്കബ് അവറുകൾ, സെക്രട്ടറി പാസ്റ്റർ അജു ജേക്കബ്, ജോയിൻറ്റ് സെക്രട്ടറി പാസ്റ്റർ ജെയിംസ് എബ്രഹാം എബനേസർ, ജോയിൻറ്റ് സെക്രട്ടറി ബ്രദർ സുനിൽ ജെയിംസ്, ട്രഷറർ ബ്രദർ ജിജി ഫിലിപ്പ്, കൗൺസിൽ അംഗങ്ങൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് ബഹുമാന്യരും ആദരണീയരുമായ കർത്തൃദാസന്മാർ, അതുപോലെ തന്നെ ഗുഡ് ന്യൂസ് ലൈവിലൂടെ ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് ഈ കൺവെൻഷൻ വീക്ഷിക്കുന്ന, ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയമുള്ളവർക്കും, ഈ കൺവെൻഷനിൽ കടന്നു വന്ന് പങ്കെടുക്കുന്ന എല്ലാ സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഈ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ കുവൈറ്റ് റീജിയൻ കൺവെൻഷൻ നടത്തുവാൻ ഇതിൻ്റെ ഭരണകർത്താക്കൾ, ഇതിൻ്റെ എക്സിക്യൂട്ടീവ്സ്, കൗൺസിൽ മെമ്പേഴ്സ് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു. നിങ്ങളെന്നെ ക്ഷണിച്ചതിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. മഹാദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന ഒരാൾ പോലും നിരാശയോടെ പോകേണ്ടി വന്നിട്ടില്ല. എല്ലാവരെയും ഒരുപോലെ തൊടുന്ന, സ്പർശിക്കുന്ന, സംസാരിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഈ ഓഡിറ്റോറിയത്തിൽ, ഈ ഹാളിനകത്തുണ്ട്. അതനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളുടെ മനസ്സ് റീഡ് ചെയ്യാനുള്ള കഴിവില്ല, എന്നാൽ നിങ്ങളുടെ മനസ്സ് റീഡ് ചെയ്യുവാനുള്ള കഴിവ് സർവശക്തനായ ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയ നിലവാരം അറിഞ്ഞ് സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് ഇടപെടും. സ്തോത്രം. കഴിഞ്ഞ 3 മാസങ്ങളായി കുവൈറ്റിൽ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ, ദുഃഖകരമായ, വേദനകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു. സ്തോത്രം. ആമേൻ. വളരെ വേദനിച്ച അനുഭവങ്ങളുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഈ കൺവെൻഷൻ നടക്കുമോ എന്ന് ഞാൻ ബെൻസൺ പാസ്റ്ററെ വിളിച്ച് ചോദിച്ചു. കാരണം ഈ ഡേറ്റ് വേറെ വല്ലതും കൊടുക്കണോ? സ്തോത്രം. കാരണം അങ്ങനെയുള്ള സാഹചര്യമായിരുന്നല്ലോ നമ്മളെല്ലാം കരഞ്ഞ, വേദനിച്ച അനുഭവം. എന്നാൽ ദൈവത്തിൻ്റെ അനാദി നിർണയപ്രകാരം ക്രമീകരിച്ച ഈ മീറ്റിംഗ് ഇത്രത്തോളം സക്സസ് ആയി നടന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആമുഖമായി പറഞ്ഞ സമയം നീട്ടുന്നില്ല. തിരുവചനത്തിലേക്ക്, ദൈവവചനത്തിന് വളരെ പ്രാധാന്യത കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ വാക്കുകൾക്കപ്പുറത്ത് വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം, അതിൻ്റെ 1-2 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 11 വേഴ്സ് 1 and 2 ശബ്ദമുയർത്തി വായിക്കാം. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും.
ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ആമേൻ. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ വായിച്ചു കേട്ട തിരുവെഴുത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് ഈ വേദഭാഗത്ത് നിന്ന് ഇടപെടുമാറാകണം. ബലഹീനമായ അടിയൻ്റെ ശബ്ദത്തെ ദൈവം ബലപ്പെടുത്തണം, ശരീരത്തെ ബലപ്പെടുത്തണം. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ പേരോടും വ്യക്തിപരമായി സ്വർഗത്തിലെ ദൈവം സംസാരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ 700 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അനേക പ്രവചന ഭാഗങ്ങൾ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയ പ്രവാചകനാണ് യെശയ്യാവ് എന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മുള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിൽ മുള എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വേദഭാഗങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ഇശായിയുടെ കുറ്റിയിൽ നിന്ന്, ഇശായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാവീദിൻ്റെ പിതാവിൻ്റെ പേരാണ് ഇശായി, ജസ്സി. ഇശായിയുടെ മകനായ ദാവീദ്. നോക്കുക, വിശുദ്ധ തിരുവെഴുത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ദാവീദിൻ്റെ പുത്രനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദാവീദിൻ്റെ പുത്രനായി ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദിൻ്റെ വംശാവലിയിൽ ജനിക്കുന്ന യേശുക്രിസ്തു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിക്കണ്ട, നിങ്ങളെൻ്റെ മുഖത്ത് നോക്കിയാൽ മതി. വായിക്കാൻ പറയുന്ന വേദഭാഗങ്ങൾ വായിച്ചോളും. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങളിൽ അബ്രഹാം മുതൽ യേശുക്രിസ്തു വരെയുള്ള ജീനിയോളജി, വംശാവലി കാണുവാനായിട്ട് സാധിക്കുന്നു. അതിനകത്ത് അബ്രഹാമിൽ നിന്ന്, ആമേൻ, ദാവീദിൽ നിന്ന്, ജോസഫിൽ നിന്ന് ജനിക്കുന്ന അല്ലെങ്കിൽ യേശുവിനെ നമുക്കവിടെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആമേൻ. അപ്പോൾ ഇവിടെ വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒത്തിരി യാഥാർത്ഥ്യങ്ങൾ ഈ മുള എന്ന വിഷയത്തെ, ഞാൻ ഇൻട്രൊഡക്ഷൻ പറയുക കേട്ടോ, ദൂതിലേക്ക് പ്രവേശിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് 4 സുവിശേഷങ്ങൾ ലഭ്യമായിട്ടുണ്ട്. 4 സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ ചതുർവിധ സ്വഭാവങ്ങളെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ രാജാവായി, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ദാസനായി, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ മനുഷ്യനായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ സർവശക്തനായ ദൈവമായിട്ട് അങ്ങനെ ചതുർവിധ സ്വഭാവങ്ങൾ. നോക്കുക, ഈ മുള എന്ന വിഷയത്തെ ആസ്പദമാക്കി തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഈ സ്വഭാവങ്ങളിലെല്ലാം തന്നെ മുള എന്ന് പറഞ്ഞിട്ടുണ്ട്. വായിക്കേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞു പോകാം. യെരമ്യാവിൻ്റെ പുസ്തകം 23-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ദാവീദിൻ്റെ മുള, ദാവീദിൻ്റെ മുള എന്ന് പറഞ്ഞാൽ രാജാവായിരിക്കുന്ന മുള. സഖരിയാവിൻ്റെ പുസ്തകം 3:8 ദാസനായ മുള എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദാസനായ
പുത്രനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ച യേശുക്രിസ്തുവിനെ മുള എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സഖരിയാവിൻ്റെ പുസ്തകം 6:12 പുരുഷനായ മുള എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രനായി ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തുവിനെ ഇവിടെ മുള എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4:2 വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവയുടെ മുള. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ചതുർവിധ സ്വഭാവങ്ങളിൽ തന്നെ അവൻ മുള എന്നുള്ള വാക്ക് വളരെ വ്യക്തമായി വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനേക പ്രവചന ഭാഗങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. ഞാനും നിങ്ങളും ജനിച്ചതുപോലെ അല്ല യേശു ജനിച്ചത്. ആമേൻ. ഞാനും നിങ്ങളും ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞ്, കേരളത്തിൻ്റെ സിസ്റ്റമാണ് കേട്ടോ, കേരളം വിട്ട് വെളിയിൽ പോയാൽ ഉദരത്തിലിരിക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ജെൻഡർ ചോദിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. എന്നാൽ കേരളത്തിൽ ചോദിച്ച വിവരം അറിയും, ചോദിക്കാൻ പാടില്ല. ആമേൻ. അങ്ങനെ എഴുതി വരെ വെച്ചിട്ടുണ്ട്. മെറ്റേണിറ്റി ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഇടങ്ങളിലും എഴുതിയിട്ടുണ്ട്, ചോദിക്കരുത് കേട്ടോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം, ആമേൻ, എൻ്റെ അമ്മ ഒരു ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു, ശോശാമ്മ ടീച്ചർ എന്നാ. ശോശാമ്മ ടീച്ചർ ലേബർ റൂമിൽ ഡെലിവറിക്ക് കയറ്റിക്കഴിഞ്ഞിട്ട് ടീച്ചറിൻ്റെ ജീവിതം, ടീച്ചറിൻ്റെ കുഞ്ഞിൽ ആൺകുഞ്ഞാണെന്ന് പറഞ്ഞപ്പോഴാണ് ശോശാമ്മ ടീച്ചറിന് മനസ്സിലായത് ജനിച്ചതൊരു ആൺകുഞ്ഞാണെന്ന്. മനസ്സിലായോ? എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയ തിരുവെഴുത്തുകളിലെല്ലാം തന്നെ യേശു ആരാണെന്ന് വ്യക്തമായി ഒരു സംശയവുമില്ലാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ പേരെന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു എവിടെ ജനിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ആരുടെ കുടുംബത്തിൽ ജനിക്കുമെന്നും ഏത് ഗോത്രത്തിൽ ജനിക്കുമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ അവനെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ അവിടുന്ന് എവിടെ മടങ്ങി വന്ന് പാർക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ ശുശ്രൂഷ എവിടെ ആരംഭിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനന, മരണ, പുനരുത്ഥാനം സർവ്വതും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയതിന് അടിസ്ഥാനത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ തന്നെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14 പറഞ്ഞിരിക്കുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവനെ പേരിടണം എന്ത്? ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നവന് പേരിടണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9 അതിൻ്റെ 6-7 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ ആരാണ്? അവൻ അത്ഭുതമന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഓ ജീസസ്, ഹല്ലേലൂയ. അത് താഴോട്ട് വായിക്കുമ്പോൾ ആധിപത്യം അവൻ്റെ തോളിലിരിക്കുമെന്ന. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പം അവൻ ദാവീദിൻ്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വളരെ വ്യക്തമായി യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തു ദാവീദിൻ്റെ പുത്രനായി ലോകത്തിൽ വരും. അപ്പോൾ യേശുക്രിസ്തുവിനെ ലോകത്തിൽ കൊണ്ടുവരുവാൻ അനാദി നിർണയമായി സർവശക്തനായ ദൈവം തെരഞ്ഞെടുത്ത ഒരു കുടുംബമാണ് ദാവീദിൻ്റെ കുടുംബം. ഹല്ലേലൂയ. അങ്ങനെ ദാവീദിൻ്റെ കുടുംബത്തെ, ദാവീദിൻ്റെ ഇശായിയുടെ കുടുംബത്തെ, ദാവീദിനെ, അവൻ്റെ തലമുറകളെ തെരഞ്ഞെടുത്തെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്തം അവൻ്റെ മേലുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനെതിരെ ഒരു പോരാട്ടം ഉണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന ദൂത്? ആമേൻ. ദൈവത്തിന് നിന്നെ വേണമെങ്കിൽ, ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവികമായ ഒരു പദ്ധതി നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്റെ തലമുറയെക്കുറിച്ചുണ്ടെങ്കിൽ, നിന്റെ തലമുറയ്ക്കെതിരെ, നിനക്കെതിരെ ഒരു പോരാട്ടമുണ്ട്. നിന്നെ തകർത്ത് കളയാൻ, നിന്നെ മുടിച്ചു കളയാൻ, നിന്നെ ഇല്ലാതാക്കി കളയാൻ, നിന്നെ വെട്ടിക്കളയാൻ, നിന്നെ തകർത്ത് കളയാൻ പോരാടുന്ന ഒരു അന്യായ ബന്ധനമുണ്ട്. അന്ധകാര ശക്തി
പദ്ധതിയുണ്ട്. അതിൻ്റെ മേൽ ജയമെടുക്കാൻ കൃപ പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വിളി എന്താണെന്നും നിന്റെ തെരഞ്ഞെടുപ്പ് എന്താണെന്നും നിന്റെ ലക്ഷ്യം എന്താണെന്നും നിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും തിരിച്ചറിഞ്ഞ് കൃപയിൽ നിൽക്കുന്ന ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ നിൽക്കുന്ന, കൃപയിൽ പിടിച്ചു നിൽക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ, കഷ്ടതകൾ കടന്നു വരുമ്പോൾ, വേദനകൾ കടന്നു വരുമ്പോൾ അവൻ നീ പിടിച്ചു നിൽക്കാൻ ഏറ്റെടുക്ക. ഇന്ന് രാത്രി നിന്നെ തകർക്കാൻ നിൽക്കുന്ന ഒരു അന്ധകാര മണ്ഡലമുണ്ട്. നിന്നെ വെട്ടിക്കളയാൻ നിൽക്കുന്ന ദൈവത്തിന്റെ പദ്ധതി നിന്നെ നടക്കാതിരിക്കുവാൻ ദൈവഹിതം നിന്നിൽ നടക്കാതിരിക്കാൻ, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ തലമുറയിൽ നടക്കാതിരിക്കാൻ നിനക്കെതിരെ വാദിച്ചു നിൽക്കുന്ന അന്ധകാര ശക്തിക്കെതിരെ ഇന്ന് രാത്രി യുദ്ധം പ്രഖ്യാപിക്കാൻ, ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അഭിഷേകം, അഭിഷേകം. നീ നിന്നാ മതി. നിന്നെ നിർത്തുന്നൊരു അഭിഷേകമുണ്ട്. നീ നിന്നാൽ മതി. നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. നീ നിന്നാൽ മതി. നിന്റെ മേലൊരു വിളിയുണ്ടെങ്കിൽ, ദാവീദേ, നിന്റെ കാലം കഴിയുമ്പോൾ പ്രളയമെന്നല്ല ദൈവം പറഞ്ഞേ. നമ്മുടെയൊക്കെ ചിന്ത നമ്മുടെ കാലം കഴിയുമ്പോൾ പ്രളയമായിക്കോട്ടെ. സ്തോത്രമല്ല. നിന്റെ കാലം കഴിയുമ്പോൾ നിന്റെ സന്തതിയെ ഞാൻ എഴുന്നേൽപ്പിക്കും. ഓ ജീസസ്. നിന്റെ കടിപ്രദേശത്തിനകത്തുനിന്ന് അഖില ലോക രക്ഷിതാവിനെ, ഹലോ, മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുന്ന, പിശാചിന്റെ തലയെ കാൽവറിയിൽ തകർക്കുന്ന അഭിഷക്തനെ ഞാൻ പുറത്തു കൊണ്ടുവരുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരുവൻ. ഇറ്റ് ഈസ് നോട്ട് an ordinary. ഇതൊരു സാധാരണ അനുഭവമല്ല. ഇന്നുവരെ ആർക്കും ഉണ്ടാകാത്തൊരു തലമുറ. ഏറ്റെടുക്കാൻ കൃപ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവം നിനക്ക് വന്ന വാഗ്ദത്തം ചെറുതല്ല. ദൈവം നിനക്ക് വന്ന വാഗ്ദത്തം ചെറുതല്ല. ദൈവം നിന്നെ വിളിച്ച വിളി ചെറുതല്ല. ദൈവം നിന്നെ കണ്ടത് ചുമ്മാതല്ല. ദൈവശക്തി നിന്റെ വിളി എത്ര വലുതാണോ അത്രയും നീ നിന്നെ സൂക്ഷിച്ചോണം. ഹലോ, പ്രൈസ് ദി ലോർഡ്. നിന്റെ വാഗ്ദത്തം എത്ര വലുതാണോ അത്രത്തോളം നീ കൃപയെ പിടിച്ചു നിന്നോണം. കാരണം സാധാരണക്കാരനോടുള്ള പോരാട്ടമല്ല നിന്നോടുള്ള പോരാട്ടം. സാധാരണക്കാരനോടുള്ള യുദ്ധമല്ല നിന്നോടുള്ള യുദ്ധം. സാധാരണക്കാരനോടുള്ള ഡീലല്ല നിന്നോടുള്ള ഡീല്. സംതിങ് സ്പെഷ്യലാ. ദൈവം നിന്നെ സ്പെഷ്യലായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കുവൈറ്റിൽ
ഒരു ദൈവശക്തി വ്യാപരിക്കുക. ഇവിടെയുള്ള ദൈവസഭകളിൽ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നു. തലമുറകളെ തകർത്ത് കളയുന്ന, ജനറേഷനെ ഇല്ലാതാക്കുന്ന, തലമുറയെ ഇടിച്ചു തകർക്കുന്ന അന്യായ ബന്ധനങ്ങൾ I break it in the name of Jesus. I break it in the name of Jesus. ഏൽപ്പിച്ചു കൊടുക്കുക. കൃപ പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗം എങ്ങനെയും അവസാനിപ്പിക്കാനല്ല, എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചില വിടുതലുകൾ കുടുംബത്തിൻ്റെ ഉള്ളറയിൽ, അകത്തളങ്ങളിൽ ശത്രു കെട്ടിയിട്ട ചില മണ്ഡലങ്ങൾ, ശത്രു ബാധിച്ച ചില വിടുതലുകൾ ഇന്ന് രാത്രി I release. In the name of Jesus. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി let his name be glorified. Let his name be glorified. ഒരു മനുഷ്യന്റെയും നാമമല്ല, ആരുടെയും മഹത്വമല്ല. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് ഉയരാൻ പോകുന്ന യേശുവിന്റെ നാമമാണ്. ഇന്ന് രാത്രി ചില വിടുതലായി അത് പരിണമിക്കുന്നത് പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നുണ്ട്. Receive it in the name of Jesus. Oh Jesus. യേശു ഈ വാഗ്ദത്തത്തെ റിസീവ് ചെയ്യാൻ ദാവീദിന്റെ തലമുറയ്ക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് ദാവീദ് കഴിഞ്ഞു, ശലോമോൻ കഴിഞ്ഞു, രഹബയോൻ കഴിഞ്ഞു, തമ്മിലടിച്ചു. നോർത്തേൺ കിങ്ഡമായി, സദേൺ കിങ്ഡമായി. ആമേൻ. അവൻ തമ്മിലടിച്ച് പിരിഞ്ഞപ്പം കണ്ടു നിന്നവർക്കൊരു കാര്യം തോന്നി. അശൂർ, ബാബിലോണിയ, റോമൻ സാമ്രാജ്യ ശക്തികൾ വിചാരിച്ചു ലെറ്റ് us destroy them. ആമേൻ. ദൈവമക്കൾ തമ്മിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ അവിടെ മുതലെടുക്കുന്നത് അന്ധകാര മണ്ഡലങ്ങളാ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നമ്മെ തമ്മിൽ ഭിന്നിപ്പിച്ച് ദൈവസഭയെ കൊണ്ട് കാലഘട്ടത്തിൽ ചെയ്തെടുക്കേണ്ട മഹത്വകരമായ ശുശ്രൂഷകൾ പുറപ്പെടുവിക്കാതെ അകത്തളത്തിൽ ഒതുക്കി ഭിന്നിപ്പിച്ച് തകർത്ത് കളയാൻ പോരാടുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തിരിച്ചറിയാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവർക്കൊരു കാര്യം മനസ്സിലായി, അവർക്ക് വരെ തർക്കാന്ന് മനസ്സിലായി. ഈ സാമ്രാജ്യ ശക്തികൾ മൂടോടെ വെട്ടിക്കളഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. മൂടോടെ വെട്ടിക്കളഞ്ഞത് അതുകൊണ്ടല്ലേ ഇവിടെ കുറ്റിയായെന്ന് പറഞ്ഞ് നമ്മൾ വായിച്ചത് എന്തുവാ? ഇശായിയുടെ കുറ്റി. മനസ്സിലാവുന്നുണ്ടോ? ദൂത്. പ്രൈസ് ദി ലോർഡ്. അകത്തളത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭിന്നത വന്നപ്പം, ഛിദ്രിച്ചു പോയപ്പം പിശാച് മുതലെടുത്ത് വെട്ടിക്കളഞ്ഞു. ഇനി ഇതിനകത്തുനിന്നൊന്നും പുറത്തു വരണ്ട. ഇനി ഇതിനകത്തുനിന്ന് ഒരുത്തനും പുറത്തു വരണ്ട. അതിനെ തീർക്കാൻ ശ്രമിച്ചു. സ്തോത്രം. അതുകൊണ്ടല്ലേ കുറ്റി എന്ന് പറഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാനൊരു ദൂത് പറയാം. നമ്മുടെ ചില ചെറിയ പാളിച്ചകളൊക്കെ കൊണ്ട് വെട്ടിമാറ്റേണ്ട അനുഭവങ്ങൾ വന്നാലും ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഒരു മടങ്ങി വരവിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുക. ഒരു മടങ്ങി വരവിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഇടപെടുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം എത്ര വെട്ടി മാറ്റിയാലും, അങ്ങനെയല്ലേ നമ്മളവിടെ മനസ്സിലാക്കുന്നത്, എത്ര വെട്ടി മാറ്റിയാലും ദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കാൻ ഒരു അന്ധകാര ശക്തിക്കും പറ്റില്ല. നത്തിങ് ക്യാൻ തോർട്ട് ഡിവൈൻ അജണ്ട. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? ദൈവത്തിൻ്റെ പദ്ധതി,
ദൈവം നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടല്ലോ, നിന്റെ സഭയെക്കുറിച്ചുള്ള പദ്ധതി, നിന്റെ തലമുറയെക്കുറിച്ചുള്ള പദ്ധതി, നിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതി, ദൈവത്തിൻ്റെ ഡിവൈൻ പദ്ധതിയുണ്ട്. ആമേൻ. ആ പദ്ധതിയെ തകർക്കാൻ ഒരു സാമ്രാജ്യ ശക്തിക്കും പറ്റില്ല എന്ന് എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? ലോകത്തിലെ മുഴുവൻ മന്ത്രവാദികളും ഒരുമിച്ച് ചേർന്ന് നിനക്കെതിരെ മന്ത്രവാദം ചെയ്താലും, ലോകത്തിലെ മുഴുവൻ ആഭിചാരകന്മാരും ഒരുമിച്ച് കൂടി നിനക്കെതിരെ ആഭിചാരം ചെയ്താൽ തൊടാൻ പറ്റില്ല, തൊടാൻ പറ്റില്ലെന്ന് യേശുവിന്റെ രക്തത്തിന്റെ മുദ്ര നിന്റെ മേലുണ്ടെങ്കിൽ നിന്റെ തലമുറയെ തൊടാൻ പറ്റില്ല. ലോകത്തിന്റെ അറ്റത്ത് പോയി അവർ പാർത്താലും ദൈവത്തിന്റെ വാഗ്ദത്തം അവരിൽ നിറവേറ്റും. ഏറ്റെടുക്കുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അങ്ങനാ. നമ്മുടെ ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാ. ആ തീരുമാനത്തെ പുറകോട്ട് വിഡ്രോ ചെയ്യാൻ ഒന്നിനും പറ്റില്ലെന്ന് വേദപുസ്തകമാണ് ഞാൻ പറയുന്നേ. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം 24-27 വാക്യങ്ങളൊന്ന് വായിച്ചു വെച്ചാ, സൈന്യങ്ങളുടെ യഹോവ ആണയിട്ടരുളി ചെയ്യുന്നത്. ഈ വിഷയം ആണയിട്ടാ പറയുന്നത്. മറ്റൊരാളെ കൊണ്ട് ആണയിടാൻ പറ്റാത്തതുകൊണ്ട് കർത്താവ് പലയിടത്ത് തന്നെ കൊണ്ട് തന്നെ പ്രൈസ് ദി ലോർഡ് ഇവിടെ ആണയിട്ട് പറയുന്നു. എന്താ ആണയിട്ട് പറയുന്നേ? ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും. ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും. ആര് വിചാരിച്ച പോലെ? ദാനിയേൽ വിചാരിച്ച പോലല്ല, ബെന്നിച്ചാൻ വിചാരിച്ച പോലല്ല, ലോകത്തിലാരും വിചാരിച്ച പോലല്ല. സ്വർഗം വിചാരിച്ചതുപോലെ, എൻ്റെ ദൈവം വിചാരിച്ചതുപോലെ, സൈന്യങ്ങളുടെ യഹോവ വിചാരിച്ചതുപോലെ. അതിനെതിരെ എത്ര കണക്കുകൂട്ടലുകൾ പിശാചുണ്ടാക്കിയാലും, എന്തെല്ലാം ചതിക്കുഴികൾ പിശാചുണ്ടാക്കിയാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ കൊണ്ടുവന്നാലും അത് സക്സസ് ആകത്തില്ലെന്ന് അവൻ തലകുനിക്കും. വിശ്വസിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചോ. സൈന്യങ്ങളെ യഹോവ ആണയിട്ടരുളി ചെയ്യുന്നത് ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും. ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും. ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു. അത് ദുർബലമാക്കുന്നവൻ ആര്? അവന്റെ കൈ നീട്ടിയിരിക്കുന്നു. അത് മടക്കുന്നവൻ ആര്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇതിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയം? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്കുണ്ടാകേണ്ടതിന് നിങ്ങളെക്കുറിച്ച് എനിക്കൊരു നിർണയം ഉണ്ടെന്ന്. അങ്ങനല്ലേ കർത്താവ് പറഞ്ഞേ? നിങ്ങൾക്കറിയില്ല എൻ്റെ നിർണയം, നിങ്ങൾക്കറിയില്ല ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന്. നിങ്ങൾക്ക് പ്രതീക്ഷകളുണ്ട്, നിങ്ങൾക്ക് നല്ല ഉദ്ദേശങ്ങളുണ്ട്, എന്നത് സക്സസ് ആക്കാൻ ഞാൻ നിന്റെ കൂടെ. ഇന്ന് രാത്രി വിശ്വസിക്കാൻ എത്ര പേർ കഴിയുന്നുണ്ട്? പിശാച് എത്ര പദ്ധതിയിട്ടാലും ദൈവത്തിൻ്റെ പദ്ധതിയെ തടയാൻ, ദൈവത്തിൻ്റെ ഹിതത്തെ തടയാൻ, ദൈവത്തിൻ്റെ നിർണയത്തെ തടയാൻ പറ്റില്ല. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്നു രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഈ വെട്ടിമാറ്റപ്പെട്ട ഈ കുറ്റി, അതാണല്ലോ നമ്മുടെ വിഷയം. ഈ ദാവീദും പ്രവാചകനായ യെശയ്യാവും തമ്മിൽ ഏകദേശം 300 വർഷത്തെ കാലയളവിൻ്റെ വ്യത്യാസമുണ്ട്. 300 years. യെശയ്യാവും യേശുക്രിസ്തുവുമായിട്ട് 700 വർഷത്തെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. 700 വർഷത്തെ വ്യത്യാസമുണ്ട്.
ഈ 700 വർഷത്തെ വ്യത്യാസം. അപ്പം മൊത്തത്തിൽ ഇപ്പം എത്ര, യേശു ജനിച്ചപ്പോൾ എത്ര വർഷം കഴിഞ്ഞു? 1000 വർഷം. അപ്പോൾ ഈ കുറ്റിയായതിനു ശേഷം യേശു ജനിക്കുന്നത് വരെയുള്ള പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 1000 years. ഈ 1000 years ഇത് കുറ്റിയായിട്ട് അവിടെ നിന്നെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ പോരണേ. സ്തോത്രം. ഈ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു മരം മുറിച്ചു മാറ്റിയാൽ അതിൻ്റെ കുറ്റി അവിടെ നിപ്പുണ്ടെങ്കിൽ, തെങ്ങ് വെട്ടുന്ന കാര്യമല്ല, അല്ലാതെ വേറെന്തേലുമൊക്കെ കാര്യമാണ്. സ്തോത്രം. അതിൻ്റെ കുറ്റി അവിടെ നിപ്പുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. എന്തോ നടക്കും? അടുത്ത മഴയത്ത്, അടുത്ത സീസണിൽ ഇതെന്ത് ചെയ്യും? പൊട്ടിക്കിളിർക്കും. സ്തോത്രം. ഇത് പൊട്ടിക്കിളിർക്കും. അടുത്ത സീസണിൽ പൊട്ടിക്കിളിർക്കും, അടുത്ത മഴയത്ത് പൊട്ടിക്കിളിർക്കും, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാൽ പൊട്ടിക്കിളിർക്കും. എന്നാൽ അടുത്ത സീസണിൽ മഴ പെയ്തിട്ടും കിളിർത്തില്ല. സ്തോത്രം. അടുത്ത സീസൺ കഴിഞ്ഞു, നമ്മളെന്തോ പറയും? അതിൻ്റെ വേര് പട്ടുപോയി, ഇതിനി കിളിക്കത്തില്ല, ഇതിൽ നിന്നൊരു നാമ്പിനി വരില്ല, കാരണം അതിന് വേര് പട്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ വെട്ടിമാറ്റപ്പെട്ട കുറ്റി, ഈ ദാവീദാകുന്ന വടവൃക്ഷം, ഇതിനെ വെട്ടിക്കളഞ്ഞ് കുറ്റി നിൽക്കുക. സീസൺ 1000 വർഷത്തെ സീസൺ കഴിഞ്ഞു. പിശാച് വിചാരിച്ചു ഇനി ഇതിനകത്തുനിന്നൊരു മുള വരത്തില്ല. ആത്മാവിൽ ഞാൻ ദൂത് പറയാം, നിന്റെ സീസൺ അല്ല, ദൈവത്തിന്റെ സീസൺ. ഓ, വിശ്വസിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? നിന്റെ കാൽക്കുലേഷൻ അല്ല, എൻ്റെ ദൈവത്തിൻ്റെ കാൽക്കുലേഷൻ. ഓ ജീസസ്, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുക. ഓ, ഇന്ന് അല്ലെങ്കിൽ നാളെ എന്ന് നീ എഴുതി വെക്കുമ്പോൾ നിന്നെ കിളിർപ്പിക്കാൻ ദൈവം ഒരു സമയം, ഒരു സീസൺ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അന്ന് നിന്റെ മുളയെ നുള്ളാൻ. ഓ, ദൈവശക്തി വ്യാപരിക്കുന്നു ഇതിനകത്ത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുക. ദൈവത്തിന്റെ കരം ഇവിടെ ചലിക്കുന്നു. പട്ടുപോയെന്ന് കരുതിയ, തീർന്നുപോയെന്ന് നീ വിധി എഴുതിയ, ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞ, അടഞ്ഞുപോയതിന്റെ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തുറക്കുന്നത് ദൈവാത്മാവിൽ കാണിക്കുക. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ ഇന്ന് രാത്രി ഒരു അന്ധകാര മണ്ഡലങ്ങൾക്കും receive it, receive the message, receive the message, receive the word in the name of Jesus. ഒരു അത്ഭുതം നടക്കുക, ഒരു അത്ഭുതം നടക്കുന്ന പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. വന്യമായി പോയ ഗർഭപാത്രങ്ങളെ ഇന്നു രാത്രി ജീവിപ്പിക്കുന്ന നിർജീവമായി പോയതിൻ്റെ അവയവങ്ങളെ ജീവിപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് പറ്റും. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? തീർന്നെന്ന് നീ പറഞ്ഞ നിന്റെ ബിസിനസിനെ റീ ഓപ്പൺ ചെയ്യാൻ ദൈവത്തിന് പറ്റും. ഒറ്റ കാര്യം, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണം. ഇന്ന് രാത്രി നീ വിധേയപ്പെട്ടു കൊടുക്കണം. ദൈവത്തിന്റെ സീസൺ, നിനക്ക് വേണ്ടി ഒരു സീസൺ ദൈവാത്മാവ് തുറക്കുന്നത്. ഏറ്റെടുക്കൽ കൃപ പ്രാപിച്ചവർ ആരാധിക്കണം. ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും. Receive. ഈ കുവൈറ്റ് റീജിയൻ കൺവെൻഷൻ നിനക്ക് വേണ്ടി വെച്ചതാ, നിനക്ക് വേണ്ടി വെച്ച കൺവെൻഷനാ. ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന്റെ മറുപടി
സ്വർഗം നാം പിടിപ്പിക്കുന്ന 2024 നിന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത വർഷമാക്കാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒഴുക്ക് നാം വിടുക. ഈ നദി ഒഴുകുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ആമേൻ. വിശ്വസിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? നീ അടച്ചു കളഞ്ഞ, നീ അടച്ചു വെച്ച, നടക്കത്തില്ലെന്ന് പറഞ്ഞ, നിന്റെ സീസൺ കഴിഞ്ഞെന്ന് പറഞ്ഞ, സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങളുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ചില പുതിയ മുളകൾ പൊട്ടിക്കുന്നത്, ചില നാമ്പിടരുന്നത് പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നുണ്ട്. നീ കരഞ്ഞോണ്ടാ ഇവിടെ വന്നേ. നിന്റെ വിലാപത്തെ നൃത്തമാക്കാൻ, നിന്റെ രട്ടഴിച്ച് നിന്നെ സന്തോഷം ഉടിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത്, വിശുദ്ധിക്ക് വേണ്ടി നിന്നത്, വേർപാടിന് വേണ്ടി നിന്നത്, ആത്മീക മൂല്യങ്ങൾക്ക് വേണ്ടി നിന്നത് എൻ്റെ ദൈവം മറന്നു കളയത്തില്ല. ആമേൻ. അപ്പോൾ ഈ 1000 വർഷങ്ങൾ ഈ കുറ്റിയെ പരിപാലിച്ചത് ദൈവം. ഇത് മണ്ണിൽ പട്ടുപോകാതെ, ഇത് തീർന്നു പോകാതെ ഈ ശേഷിപ്പിനെ സൂക്ഷിച്ചൊരു ദൈവം. ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ? ഈ ശേഷിപ്പിനെ സംരക്ഷിക്കുന്ന ഒരു ദൈവം. മനസ്സിലാകുന്നുണ്ടോ? വാഗ്ദത്തത്തിന്റെ ശേഷിപ്പിനെ സ്വർഗം ഏറ്റെടുക്കും. ദൂത് മനസ്സിലാവുന്നുണ്ടോ? വാഗ്ദത്തത്തിന്റെ ശേഷിപ്പിനെ, ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റേണ്ടതിന് വേണ്ടി അതിനെ സംരക്ഷിക്കുന്നത് മനുഷ്യരാരുമല്ല, സ്വർഗത്തിലെ ദൈവം അതിനെ സംരക്ഷിക്കുമെന്ന്. ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ ശേഷിപ്പിനെ, വാഗ്ദത്തത്തിൻ്റെ ചെറിയ ശേഷിപ്പില്ലേ, അതിനെ സംരക്ഷിക്കാൻ സ്വർഗത്തിന് കഴിയും. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് ഇതിനെ പൊതിയും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിന്നെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നിന്റെ അകത്തെ ജീവനെ പരിപാലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നീ പട്ടുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ വാഗ്ദത്തം പട്ടുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രി സമയമാകുമ്പോൾ അതിനകത്തുനിന്ന് അത്ഭുതങ്ങൾ പുറത്തു വരും. ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്കറിയാമല്ലേ? സൺഡേ സ്കൂൾ കുട്ടികളോട് ചോദിച്ചാലും മതി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. എന്നാൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ ഭൂമി പാഴും ശൂന്യമായി തീർന്നു. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആമേൻ. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ ദുഷ്ടപിശാച് നശിപ്പിച്ചു കളഞ്ഞപ്പോൾ
അതിനെ വെള്ളം കൊണ്ട് നിറച്ച് എല്ലാം തീർന്നെന്ന് പറഞ്ഞ് അതിനകത്തെ വൃക്ഷലതാദികൾ, ആ ജീവന്റെ തന്തുക്കൾ, ആ വെള്ളത്തിലുണ്ടായിരുന്നതിനെ മുഴുവൻ നശിപ്പിച്ച് കളയാൻ പിശാച് ഇരുട്ട് വ്യാപരിച്ചു നിൽക്കുമ്പോൾ ഇരുട്ടി വെള്ളത്തെ തൊടാതെ വണ്ണം ഇരുട്ടിൻ്റെയും വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചൊരു ദൈവ സാന്നിധ്യം. അന്ധകാര മണ്ഡലങ്ങൾ ഈ വെള്ളത്തെ തൊടാതെ വണ്ണം ഇതിൻ്റെ മീതെ പരിവർത്തിച്ച ദൈവ സാന്നിധ്യം. ഓ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാം. ആമേൻ. നിന്റെ ജീവിതത്തിൽ ദൈവികമായ പദ്ധതിയോടുകൂടി ദൈവം നിന്റെ മേൽ നിക്ഷേപിച്ച ചില വിടുതലുകൾ, ചില വാഗ്ദത്തങ്ങൾ, ചില ജീവന്റെ തന്തുക്കൾ നശിപ്പിക്കാൻ നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ, ആമേൻ, പിശാച് പറയും തീർന്നെന്ന് പറഞ്ഞാലും ദൈവത്തിന് അതിനെ പുറത്തു കൊണ്ടുവരാൻ, മറ നീക്കി പുറത്തു കൊണ്ടുവരാൻ ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്. മറ നീക്കി പുറത്തു കൊണ്ടുവരും. ഇപ്പൊ കർത്തന്റെ പുറകിൽ നിന്ന് നിൽക്കുന്ന പോലെ ഗോഡ് ഈസ് ഗോയിങ് ടു ഡിസ്ക്ലോസ് ഇറ്റ്. നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ വാഗ്ദത്തങ്ങളെ മടക്കി കൊണ്ടുവരുന്ന ദിവസമുണ്ട്. ഹല്ലേലൂയ. നീ തകരാതിരുന്നത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം, നിന്റെ ശേഷിപ്പിനെ സൂക്ഷിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ഏറ്റെടുക്കാൻ പറ്റുന്ന എത്ര പേരുണ്ടെന്നറിയില്ല. ആമേൻ. ദുഷ്ട പിശാച് വിചാരിച്ചു ഈ പ്രപഞ്ചം തീർന്നു, ദൈവത്തിൻ്റെ പദ്ധതി തീർന്നു, തകർന്നു പോയി, എല്ലാം നശിച്ചു എന്ന് പറയുമ്പോഴും അതിൻ്റെ അൾട്ടിമേറ്റ് തകർച്ചയിലേക്ക് പോകാതെ ശേഷിപ്പിനെ പരിപാലിച്ചൊരു ദൈവം. ദൈവസാന്നിധ്യം എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യത്തിൻ്റെ മറവിലാണോ നീ? അതിനകത്തൊരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. ഈ മന്ന ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. ആ മന്ന അവർ പെറുക്കി ദൈനംദിനം അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ചിലർ കൂടുതൽ പെറുക്കി. വേദപുസ്തകം പറയുന്നു അവർ അതെന്ത് ചെയ്തു? ക്രമിച്ച് നാറിപ്പോയെന്ന. ക്രമിച്ച് നാറിപ്പോയി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അത് അടിച്ചു മാറ്റിയവൻ്റെ വീട്ടിൽ നിന്ന് നാറ്റം വന്നു. കൂടുതൽ വെച്ചിരുന്നവൻ്റെ വീട്ടിൽ നിന്ന് സ്തോത്രം. കർത്താവ് പറയുന്നതിർത്തുനിന്ന് ചെയ്യാതെ കൂടുതൽ എന്തെങ്കിലും ചെയ്താലും ദൈവഹിതമല്ലാത്ത വഴി പോകുന്നവനെല്ലാം നാറിയേ തീരത്തുള്ളൂ. ഇനിയും പോയി അന്വേഷിച്ച് പിടിക്കാനൊന്നും പോകണ്ട. അവൻ്റെ വീട്ടിൽ നിന്ന് നാറ്റം വന്നാൽ ഓർത്തോണം ഇവൻ കൂടുതൽ പെറുക്കി. കർത്താവ് പറഞ്ഞൊരു സാക്ഷിപട്ടകം ഉണ്ടാകാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ ആർക്ക് ഓഫ് കവനന്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞൊരു കാര്യം, ഈ ഞാൻ കൊടുത്ത ഇസ്രായേൽ മക്കൾക്ക് 40 വർഷം മരുഭൂമി കൊടുത്ത മന്നയില്ലേ, ആ മന്ന ഒരു പെൺപാത്രത്തിലിട്ട് അതിനകത്ത് വെക്കാൻ പറഞ്ഞു. പെൺപാത്രത്തിൽ ഇട്ട് അതിനകത്ത് വെക്കാൻ. എത്ര നാളത്തേക്കാ? എന്നത്തേക്കുമായിട്ട് അതിനകത്ത് വെക്കാൻ. ക്രമിച്ചോ? നാറിയോ? എന്താ നാറാത്തെ? അത് ദൈവസാന്നിധ്യത്തിനകത്തിരുന്നുകൊണ്ടാ. ദൈവസാന്നിധ്യത്തിനകത്തിരിക്കുന്ന നിന്നെ നാട്ടിക്കാൻ പറ്റില്ല, നിന്നെ ക്രമിക്കാൻ പറ്റില്ല, നിന്നെ തൊടാൻ പറ്റില്ല. ദൈവത്തിന്റെ സംരക്ഷണം നിനക്കുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപരിക്കുക. ദൈവശക്തി ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവക്കരയുടെ ചലിക്കുക യേശുവിന്റെ നാമത്തിൽ. നിന്റെ തലമുറ എവിടെ വരണം? നിന്റെ ശരീരം ദൈവസാന്നിധ്യത്തിനകത്ത് വരണം. മനുഷ്യ ശരീരമാ, രോഗമൊക്കെ വന്നെന്ന് വരും. പക്ഷെ ആ രോഗത്തിന് നിന്നെ തകർക്കാൻ പറ്റില്ല. അതാ എൻ്റെ അർത്ഥം. ഇതിന് നമുക്ക് വേറെ ദിവ്യത്വമൊന്നുമില്ലല്ലോ. ഇതിനകത്ത് എന്ത് വരും? രോഗം വരത്തില്ല എന്ന് പ്രസംഗിക്കുന്ന ആളല്ലേ ഞാൻ. പക്ഷേ എത്ര രോഗം വന്നാലും നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി ഓടിക്കും. ഇന്നലെ ഞാൻ പ്രസംഗിച്ചതുപോലെ
ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ നീ ഓടും. നീ ഉപവസിച്ചത് വിഷയമല്ല. കർമ്മേലിന്റെ മുകളിൽ നിന്റെ യുദ്ധം വിഷയമല്ല. നട്ടല് പൊട്ടുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചത് വിഷയമല്ല. ആഹാരം കഴിച്ചിട്ട് നാളുകളായി വിഷയമല്ല. നീ ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ നിന്നെ ഓടിക്കുന്ന ഒരു ദൈവിക ശക്തിയുണ്ട്. ദൈവ സാന്നിധ്യത്തിനകത്ത് നീ വന്നു കഴിഞ്ഞാൽ നിന്റെ രോഗം ഒരു വിഷയമല്ലെന്ന് ഏറ്റെടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? സ്തോത്രം പറഞ്ഞില്ലല്ലോ. എൻ്റെ കൂടെ ഓടുന്നവരൊക്കെ എന്നോട് ഈ പാസ്റ്റർ എങ്ങനെ ഇത്ര ഓടുന്നതെന്ന്. ഒരു വർഷം 1,00,000 കിലോമീറ്റർ എൻ്റെ വിശ്വാസികൾ ഇതിരിപ്പുണ്ട്. ജയോത്സവം ചർച്ചിലെ വിശ്വാസികൾ ഇതിനകത്തിരിപ്പുണ്ട്. 1,00,000 കിലോമീറ്റർ എൻ്റെ കാർ ഓടുന്നത്. കൂടെ വരുന്നൊരു 4 ദിവസം ഓടിയിട്ട് പറയും, പാസ്റ്റർ വയ്യ. അപ്പം ഞാൻ പറയും, മോനെ 26 വർഷമായിട്ട് 4 നേരം ഇൻസുലിൻ എടുത്തോണ്ടാണ് ഓടുന്നത്. 26 വർഷമായിട്ട് ഉണ്ടോ? ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 26 വർഷമായിട്ട് 4 നേരം ഇൻസുലിൻ എടുത്തോണ്ട് ഓടുന്നേ. 26 വർഷമായിട്ട് കൃപയാൽ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിച്ചിട്ടില്ല. ഒരു ദിവസം രാത്രി പോയി കിടക്കാൻ അനുവദിച്ചില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? നിന്റെ മേലുള്ള രോഗത്തിനപ്പുറത്തൊരു ശക്തി ഇന്ന് രാത്രി ചിലരെ ദൈവം ബലപ്പെടുത്തുക. സകല അന്ധകാര മണ്ഡലങ്ങളെ പരാജയപ്പെടുത്തുന്ന മണിക്കൂറുകൾ കർത്താവിന് വേണ്ടി ഓടുന്ന ഒരു ദൈവശക്തി. ഇന്ന് പകൽക്കാലത്തിന്റെ വീക്ക്നെസ് മാറുക. യെസ്, അഭിഷേകം, അഭിഷേകം. Let the anointing in the name of Jesus. വിട്ടുകൊടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ദൈവശക്തി ഇവിടെ വ്യാപരിക്കുക. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നിനക്കുണ്ടെങ്കിൽ ഒരു രോഗത്തിനും നിന്നെ ബലഹീനമാക്കാൻ പറ്റില്ല. ഒരു വലിയ അഭിഷേകം റിസീവ്. ഇന്ന് രാത്രി ഏറ്റെടുത്തോണം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ആന്തരിക അവയവങ്ങളെ കെട്ടിയ കെട്ടുകൾ power of the Holy Spirit. Oh Jesus, ദൈവ സാന്നിധ്യത്തിനകത്താണോ നിന്നെ ഒരു നേരം ബലഹീനമാക്കാൻ പറ്റില്ലെന്ന് എൻ്റെ കർത്താവിനെ കുറിച്ച് അവൻ രോഗം ശീലിച്ചവനായിരുന്നു. ശീലിച്ചെന്ന് പറഞ്ഞാൽ എന്തോ? അതവൻ്റെ ശീലമായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തോ? രോഗം ശീലമായിരുന്നു. പക്ഷെ ഒരു ദിവസം പോലും കർത്താവ് പാലസ്തീനിലെ മെഡിക്കൽ കോളേജിൽ പോയി ക്യൂ നിന്നില്ല. എന്നാൽ അവൻ്റെ അടുത്ത് വന്ന രോഗികളെ അവൻ സൗഖ്യമാക്കി. ഏറ്റെടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? നിന്റെ അടുത്ത് വരുന്ന ക്യാൻസർ രോഗിയെ നീ തൊട്ടാൽ നിനക്ക് സൗഖ്യം വരും, അവന് സൗഖ്യം വരും. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം. ഒരു ഹീലിംഗ് മിനിസ്ട്രി ദൈവം നിനക്ക് തരും. നീ കൈവച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. ഏറ്റെടുക്കാൻ കൃപ പ്രാപിച്ചവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് റിസീവ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിക്കോണം. ഒരു വലിയ ദൈവശക്തി ചില കെട്ടുകൾ പൊട്ടുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ചില രോഗങ്ങൾ മാറുന്നത് നിന്നെ കിടത്തിക്കളയുമെന്ന്, നിന്നെ ഒതുക്കിക്കളയുമെന്ന്, നിന്നെ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ സമ്മതിക്കത്തില്ലെന്ന്. വാദിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്നു രാത്രി മുട്ടുമടക്കുക.
മുട്ടുമടക്കുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുടി നാരിൽ പോലും ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. നിന്നെ ദൈവം സംരക്ഷിച്ച് അവശേഷിപ്പിക്കും. എന്തിനു വേണ്ടി അവശേഷിപ്പിക്കും? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പുറത്തു വരേണ്ടതിന് നിന്നെ അവശേഷിപ്പിക്കും. കുറച്ചുകൂടെ ചിക്കൻ ബിരിയാണി കഴിക്കാനല്ല അവശേഷിപ്പിക്കുന്നത്, കുറച്ചുകൂടെ അടിച്ചു പൊളിക്കാനല്ല അവശേഷിപ്പിക്കുന്നത്, കുറച്ചുകൂടെ പൊളച്ച് ജീവിക്കാനല്ല അവശേഷിപ്പിക്കുന്നത്, കുറച്ചുകൂടെ ലോകത്തിൻ്റെ സമ്പാദിക്കാനല്ല അവശേഷിപ്പിക്കുന്നത്. നിന്റെ കടിപ്രദേശത്തിനകത്തുനിന്ന് ചില വിടുതലുകളെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ ആയുഷ്കാലത്തിൽ അനേകർക്ക് ചെയ്യാൻ കഴിയാത്ത ചില വിടുതലിൻ്റെ ശുശ്രൂഷകൾ നിന്നിലൂടെ ചെയ്തെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് നടപ്പാക്കേണ്ടതിന് വേണ്ടി നിന്നെ ശേഷിപ്പിക്കുന്ന ദൈവം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6:13 ഒന്ന് വായിച്ചേ. കരിമരവും അതിലൊരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും അതിലൊരു ദശാംശമെങ്കിലും ശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നാശത്തിനിരയായി തീരും. അടുത്തത് എങ്കിലും കരിമരവും കരുവേലവും വെട്ടിയിട്ടാലും അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. ഏത് സന്തതി ശേഷിക്കും? ആരുടെ സന്തതി ശേഷിക്കും? വിശുദ്ധ സന്തതിയെ ശേഷിപ്പിക്കും. ഏറ്റെടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? നിന്റെ അധ്വാനം വെറുതെ പോകത്തില്ല, നിന്റെ കഷ്ടപ്പാട് വെറുതെ പോകത്തില്ല. വിശുദ്ധ സന്തതിയെ ദൈവം ശേഷിപ്പിക്കുമെന്ന് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ? നിനക്കെതിരെ എന്തെല്ലാം വെല്ലുവിളികൾ വന്നാലും നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ നടപ്പാക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ആമേൻ. ജോസഫിൻ്റെ സഹോദരന്മാർ വന്ന് അപ്പനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പാ, നിന്റെ മകൻ മരിച്ചുപോയി. തെളിവും കൊണ്ടാണ് പോയിരിക്കുന്നത്. നിന്റെ മകൻ മരിച്ചുപോയി. 17-ാം വയസ്സിൽ സ്വപ്നം കണ്ടവൻ, 17-ാം വയസ്സിൽ മകനെ നഷ്ടപ്പെട്ട അപ്പൻ്റെ വേദന. സ്തോത്രം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് 13 വർഷങ്ങൾ സ്വപ്നം കണ്ട ജോസഫ് ജയിലിൽ കിടക്കുക. എത്ര വർഷങ്ങൾ? 13 years. 13 വർഷങ്ങൾ. 13 വർഷം ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പം പുള്ളിക്ക് അകത്ത് സ്വാഭാവികമായി ചിന്തിക്കണം, ഇനിയും ഈ കുറ്റി കിളിക്കത്തില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവനെ ശേഷിപ്പിച്ചു. 13-ാമത്തെ വയസ്സിൽ അവനെ മന്ത്രി കസേരയിൽ കൊണ്ടുവന്നു. 80 വർഷം അവൻ മിസ്രൈമിനെ അടക്കി വാണു. 17 എവിടെ കിടക്കുന്നു? 13 എവിടെ കിടക്കുന്നു? നിന്റെ 17-ലും നിന്റെ 13-ലും നിന്നെ പരിപാലിക്കുന്ന ദൈവം ഒരു ദീർഘനാളുകളിൽ നീ ദൈവത്തെ ഉയർത്തത്തക്ക രീതിയിൽ ഒരു വിടുതലിന്റെ ദിവസങ്ങളാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശുദ്ധ സന്തതിയെ, വാഗ്ദത്ത സന്തതിയെ ഇല്ലാതാക്കാൻ വിശ്വസിക്കാമോ? പറ്റില്ല എന്ന്. ഇന്ന് രാത്രി എൻ്റെ ദൂത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പകുതിയേ ആയിട്ടുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. നിന്നെക്കുറിച്ചുള്ള വാഗ്ദത്തത്തിനെതിരെ ശത്രു ഉണ്ടാക്കുന്ന സകല പദ്ധതികളെയും ദൈവം തുടച്ചു മാറ്റി നിന്നിൽ നിന്നും മുള പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. എന്നെക്കുറിച്ചുള്ള പിശാചിൻ്റെ കുറേ ആശകളുണ്ട്, പ്രതീക്ഷ. ദാവീദിൻ്റെ വൃക്ഷം വെട്ടിക്കളഞ്ഞപ്പോൾ പിശാച് പറഞ്ഞു, തീർന്നു,
എല്ലാം തീർന്നു. അവൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി യേശു പുറത്തു വരത്തില്ല. നമ്മുടെ വിഷയം അതാ. ഇതിൽ നിന്ന് എന്ത് വരത്തില്ല? അവൻ്റെ തല തറക്കുന്നവൻ, അതാ വിഷയം. എന്താ വെട്ടിക്കളയാൻ കാരണം? ഇതിൽ നിന്ന് യേശു ഇമ്മാനുവേൽ വാഗ്ദത്ത സന്തതി പുറത്തു വരല്ലേ. പ്രൈസ് ദ ലോർഡ്. അവൻ പ്രതീക്ഷിച്ചു. എന്നാൽ വേദപുസ്തകം പറയുന്നു ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ദുഷ്ടപിശാചിന്റെ പ്രതീക്ഷകളെ അസ്തമിപ്പിച്ച് യേശു പുറത്തു വരും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പ്രൈസ് ദ ലോർഡ്. ആമേൻ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമേൻ, ഹെരോദാവ് യാക്കോബിനെ പിടിച്ചു കൊന്നു. പത്രോസിനെ പിടിച്ച് അകത്താക്കി. അടുത്ത് കൊല്ലന്റെ ഡേറ്റും ടൈമും പ്ലാൻ ചെയ്തു. അകത്തളത്തിൽ 16 പട്ടാളക്കാരുടെ അകമ്പടി കാവലിനകത്ത് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം ദൂതനെ ഇറക്കി തട്ടി എഴുന്നേൽപ്പിച്ചു. ചങ്ങലെ അഴിച്ചു മാറ്റി. വാഗ്ദത്തമുള്ളവനെ എത്ര ഇരുട്ടറയിൽ ഒതുക്കിയാലും, വാഗ്ദത്തമുള്ളവനെ ഇരുട്ടറയിൽ ബന്ധിച്ചാലും അതിനകത്തുനിന്ന് അവൻ പുറത്തു വരും. പ്രൈസ് ദ ലോർഡ്. 1-ാം വാതിലും 2-ാം വാതിലും നഗരവാതിലും എല്ലാം പൊളിച്ച് തുറന്ന് പുറത്തു കൊണ്ടുവന്നു. ആ സമയത്താണ് പത്രോസിന് സുബോധം. ഇതിനു മുമ്പ് സുബോധം വന്നിരുന്നെങ്കിൽ പുള്ളി പുറത്തു വരത്തില്ല. ഇടയ്ക്ക് സുബോധം പോകുന്നതും കർത്താവ് അടച്ചു വെച്ചിരിക്കുക. ആഴമായി വിശ്വസിക്കാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക കേട്ടോ. ആ വാക്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വാക്യമാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ 12:11 വായിച്ചേ. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും യഹൂദജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും ഹെരോദാവിന്റെ പ്രതീക്ഷയെയും യഹൂദന്മാരുടെ പ്രതീക്ഷയെയും തകർത്ത് വാഗ്ദത്തത്തെയും പുറത്തു കൊണ്ടുവന്നു. കാരണം കർത്താവിന്റെ വാഗ്ദത്തം ഇവന്റെ മേൽ കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നിന്നെ എത്ര ചങ്ങലയിട്ട് ബന്ധിച്ചാലും, നിന്നെ എത്ര ഒതുക്കിയാലും നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഒരു നിയമത്തിനകത്തും നിന്നെ കുരുക്കാൻ പറ്റില്ല. ഒരു ശക്തിക്ക് നിന്നെ ഒതുക്കാൻ പറ്റില്ല. വാഗ്ദത്തമുള്ളവൻ അവരുടെ പ്രതീക്ഷകളെ അസ്തമിപ്പിച്ച് പുറത്തു വരുമെന്ന്. ആമേൻ. യേശു കർത്താവിനെ കല്ലറയ്ക്കകത്ത് വെച്ചിട്ടേ അവരെന്തോ ചെയ്തു? റോമർ ഇമ്പീരിയർ വലിയ കല്ലുരുട്ടി വെച്ചു. റോമർ ഇമ്പീരിയർ മുദ്ര പതിപ്പിച്ചു. പട്ടാളക്കാരെ കാവൽ നിർത്തി. അവർ പറഞ്ഞു ഇതിവിടെ തീർന്നു. സ്തോത്രം. ഇത് തീരാൻ ദൈവം സമ്മതിച്ചില്ല. വാഗ്ദത്ത പ്രകാരം പ്രൊഫസി നിവർത്തിയായേ പറ്റൂ. 3-ാം ദിവസം പാതാളത്തെയും മരണത്തെയും ജയിച്ച് ഹേ മരണഭേദിന്റെ ജയം എവിടെ, ഹേ മരണഭേദിന്റെ വിഷമുള്ളവിടെ എന്ന് മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് യേശു പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. നിന്നോടുള്ള വാഗ്ദത്തങ്ങളെ ഒരു ശക്തിക്ക് ഒതുക്കാൻ പറ്റില്ല. പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവം സർവശക്തൻ. ഓ ജീസസ്, ഹല്ലേലൂയ. 1000 വർഷം കഴിഞ്ഞു. 1000 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ ഒരു കന്യകയെ കർത്താവ് കണ്ടുപിടിച്ചു. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് എഴുതിയിരിക്കുന്ന വാഗ്ദത്തം നിവർത്തീകരിക്കാൻ അവളുടെ അടുത്ത് ഗബ്രിയേൽ ദൂതനെ വിട്ടു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നൊക്കെ പറഞ്ഞ് ദൂത് സംസാരിച്ചു. അവൾ പറഞ്ഞ് എങ്ങനെ സംഭവിക്കും? പറയുകയാണ്, പരിശുദ്ധാത്മാവ് ദൈവശക്തി നിൻ്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ നിഴലിടും. പ്രൈസ് ദ ലോർഡ്. 1000 വർഷങ്ങളായിട്ട് വെട്ടിക്കളഞ്ഞ ആ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടാൻ പോകുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഈശോയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. അതിൻ്റെ വേരിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വസിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഈ യേശു ക്രിസ്തുവിനെ വാഗ്ദത്ത
പദ്ധതിയായി, അവൻ ലോകരക്ഷിതാവായി, എന്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പുകാരനായി ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവമിട്ട പദ്ധതി നടന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് കൈമാറുന്നു. ചില വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രി നടക്കാൻ പോകുകയാണ്. ഏറ്റെടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? പരിശുദ്ധാത്മാവിനെ വ്യക്തമായി കാണിക്കുക. സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് രാത്രി ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുന്നു. ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ ആമേൻ, ആ കുറ്റി കിളിർക്കാൻ ഒരു ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കണമായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുക, നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ ചില നാമ്പുകൾ ഇന്ന് രാത്രി ഇടും. ആ ദൈവ സാന്നിധ്യത്തിനകത്തിരുന്ന അഹരോന്റെ കൊമ്പ്, അവൻ ആ ബദാം മരത്തിൻ്റെ കൊമ്പ് കിളിർത്തു വന്നതുപോലെ ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാലും അതിന് വേറെ മണ്ണിൽ പട്ടുപോയാലും അത് വീണ്ടും വെള്ളത്തിൻ്റെ ഗന്ധം തട്ടുമ്പോൾ പൊട്ടിക്കിളിർക്കുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ ദൂത് പരിമാറുന്നു. ചില വാഗ്ദത്തങ്ങൾ പൊട്ടിക്കിളിർക്കുന്ന രാത്രിയാക്കി ഇന്ന് രാത്രിയെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുക. നിന്റെ നിരാശയുടെ നാളുകളെ മാറ്റി ചില വിടുതലിന്റെ രാത്രിയാക്കാൻ. ഓ, ഏറ്റെടുക്ക. കൃപ പ്രാപിച്ചവർ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് രാത്രി യേശുവിന്റെ നാമം ഇവിടെ ഉയരുക. ചില വാഗ്ദത്തങ്ങൾ നിറവേറുക, ചില പദ്ധതികൾ നടക്കുക. ഒരിക്കലും നടക്കത്തില്ലെന്ന് ലോകം എഴുതി വെച്ച ചില വിഷയങ്ങളിൽ ദൈവശക്തി ഇന്ന് രാത്രി. യെസ് യെസ്, ഏറ്റെടുക്ക. കൃപ പ്രാപിച്ചവർക്കായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആരും പോകരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ആമേൻ. ശത്രു വെട്ടിക്കളഞ്ഞ ചില വിഷയങ്ങൾ, ശത്രു അപഹരിച്ച ചില വിഷയങ്ങൾ, നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ, അതിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുക. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഓ ജീസസ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി അങ്ങനെ ആഗ്രഹിക്കുന്ന പേരുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു വിടുതൽ നടക്കും. ഈ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ദൈവപ്രവൃത്തിയുടെ രാത്രിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആ കരമുയർത്തിപ്പിടിക്കണം. യെസ് യെസ് യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത്ഭുതങ്ങൾ ഇപ്പം നടക്കുക, ദൈവപ്രവൃത്തി നടക്കുക, വാഗ്ദത്തങ്ങൾ അതിന്റെ നിവർത്തിയിലേക്ക്. ഇന്ന് രാത്രി നിന്റെ സീസണാ. നാളുകളായിട്ട് ശത്രു അടച്ചു വച്ച ചില ഉറവകൾ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുറക്കുന്നത് ദൈവാത്മാവെന്നെ കാണിക്കുന്നുണ്ട്. നിന്റെ ശരീരത്തെ ബലഹീനമാക്കുന്ന, നിന്നെ ഇവിടെ നിർത്തത്തിലെന്ന് വാദിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇടിഞ്ഞു മാറുന്നത് ചില യെരിഹോ കോട്ടകൾ ഇടിയുക. നിന്റെ വാഗ്ദത്ത നാട്ടിൽ നിന്നെ എത്തിക്കത്തില്ലെന്ന് വാദിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ഇടിഞ്ഞു മാറുന്നത്. Get ready, receive in the name of Jesus. Receive in the name of Jesus. ശത്രുവിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരിക. ശത്രു എഴുതിയ ചില എഴുത്തുകളെ മായ്ക്കുക. നിനക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കിയ ചില പദ്ധതികൾ, ചില കൂട്ടുകെട്ടുകൾ ഇന്ന് രാത്രി തകർത്ത് മാറ്റുക. രക്തം ജയം, രക്തം ജയം, രക്തം ജയം,
രക്തം ജയം, രക്തം ജയം, രക്തം ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് അത്ഭുതകരമായ ചില ദൈവപ്രവർത്തികൾ നടക്കട്ടെ. ഓ റബ ശത റഗധല അംദ മന ഹത്തല ബൗഡല ദീദര ബൗഡല ഭരഭര ഭരഭരവ ദീദ റിഗധല. Receive in the name of Jesus. Receive the healing. Receive the blessing. Receive the promise. Yes, yes, yes. നിന്റെ കണ്ണുനീരിന്റെ മറുപടി, നിന്റെ കാത്തിരിപ്പിന്റെ മറുപടി ഇന്ന് രാത്രി സ്വർഗം വെളിപ്പെടുത്തുക. ആണ്ടുകൾ പഴക്കമുള്ള ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പരിഹരിക്കുക. ഓ ജീസസ്, ഏറ്റെടുക്ക. കൃപ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള കൈവക്കിയാട്ടെ. ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. നിങ്ങൾ മുമ്പോട്ട് വന്നാൽ, കൊയർ പാട്ട് പാടുന്ന സമയത്ത് നിങ്ങൾ മുമ്പോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര വലിയ രോഗത്തിൻ്റെ കെട്ടുകളെ അഴിക്കാനും ദൈവത്തിന് ശക്തിയുണ്ട്. എത്ര പഴക്കമുള്ള പ്രതിസന്ധിയെയും ഊരിയെടുക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി അവൻ്റെ മഹത്വം ഇവിടെ ഇറങ്ങുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നുണ്ട്. നീ കരഞ്ഞ വിഷയത്തെ, നിന്റെ ദുഃഖത്തെ, നിന്റെ വിലാപത്തെ ഇന്ന് രാത്രി നൃത്തമാക്കുക. Receive in the name of Jesus. കൊയർ പാട്ട് പാടുന്ന സമയത്ത് പ്രാർത്ഥന ആവശ്യം മുമ്പോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ പ്രാപിക്കാത്ത ദൈവദാസന്മാർ മുമ്പോട്ട് വന്നാട്ടെ. ദൈവദാസന്മാർ മുമ്പോട്ട് വന്നാട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ചില വിടുതലുകൾ ഈ കുവൈറ്റിന്റെ മണ്ണിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിന്റെ ശരീരത്തിൽ അത്ഭുതം ചെയ്യും. നിന്റെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യും. അത് ഇന്ന് രാത്രി സംഭവിക്കുന്നു. പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും. ഉല്ലാസഘോഷമാം സിയോനിൽ വന്നിടും, ദുഃഖം നടുവിർക്കും സർവ്വവും തീർന്നിടും. ഉല്ലാസഘോഷമാം സിയോനിൽ വന്നിടും, ദുഃഖം നടുവിർക്കും സർവ്വവും തീർന്നിടും. നിത്യ സന്തോഷം ക്ഷീരസിംഹാവനിച്ചവൻ, നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. നിത്യ സന്തോഷം ക്ഷീരസിംഹാവനിച്ചവൻ, നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്രയും ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്രയും ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജേശുവോട് കൂടെ വാഴവേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജേശുവോട് കൂടെ വാഴവേ. നീതി സൂര്യ ശോഭയാലൻ മാറി, ഭീതിയും അനീതിയും അന്നില്ല ദേശവും. നീതി സൂര്യ ശോഭയാലൻ നല്ല ഇരുൾ മാറി, ഭീതിയും അനീതി
നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിൻ നാളുകൾ സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിൻ നാളുകൾ ശോകം രോഗം ദുഃഖം യുദ്ധജാതികളിൽ വിപ്ലവം മോഹമെല്ലാം യേശുരാജൻ ഭൂമിയിൽ വാഴുമ്പോൾ ശോകം രോഗം ദുഃഖം യുദ്ധജാതികളിൽ വിപ്ലവം മോഹമെല്ലാം യേശുരാജൻ ഭൂമിയിൽ വാഴുമ്പോൾ രണ്ടും കാലമൊട്ടുമ്പോൾ ഇത്രയും ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ രണ്ടും കാലമൊട്ടുമ്പോൾ ഇത്രയും ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷമിട്ടിരുന്ന കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷമിട്ടിരുന്ന യേശുവോട് കൂടെ വാഴുവേ മോഹന കിരീടങ്ങൾ ധരിക്കുന്ന രാജരാജനേശുവോട് കൂടെ വാഴുവേ സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളും സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവമക്കളും ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും ദുഃഖം നടുവിൽക്കും സർവവും തീർന്നിടും ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും ദുഃഖം നടുവിൽക്കും സർവവും തീർന്നിടും നിത്യ സന്തോഷം ശീലത്തിൽ രാമണിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും നിത്യ സന്തോഷം ശീലത്തിൽ രാമണിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ കർത്താവൊരുക്കുന്ന സന്തോഷമില്ല കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ കർത്താവൊരുക്കുന്ന സന്തോഷമില്ല തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജനേശുവോടും കൂടെ വാഴുമേ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജനേശുവോടും കൂടെ വാഴുമേ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജനേശുവോടും കൂടെ